ഇന്ന് എൻ്റെ ഓസ്ട്രേലിയയിൽ ഒരു ഫുൾ ഡേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നേരെ പോയത് അടുക്കളയിലോട്ടാണ്. കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് തലേ ദിവസം എതിച്ചേട്ടൻ കൊണ്ടുവന്ന പിസ്സയുടെ ബാക്കി ഇരിക്കണുണ്ട്. ഞാൻ അതിൽ നിന്ന് 2 സ്ലൈസ് എടുത്ത് അങ്ങോട്ട് ചൂടാക്കാൻ ഓവനിൽ വെച്ചു. എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് വന്നു. പിന്നെ കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേഗം മെഷീനിലെടുത്തിട്ട് അത് വാഷ് ചെയ്യാൻ വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ പിസ്സ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ പോയിട്ടൊരു ഗ്രീൻ ടീ അങ്ങോട്ട് സെറ്റാക്കി. എന്താലേ പിസ്സയും ഗ്രീൻ ടീയും വല്ലാത്തൊരു കോമ്പിനേഷൻ. അത് കഴിഞ്ഞ് പോയി കുളിച്ച് റെഡിയായി പുറത്തിറങ്ങി യൂണി പോകാൻ വേണ്ടിയിട്ട്. ഡയാന ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ എതിച്ചേട്ടൻ പറഞ്ഞു എന്തായാലും രണ്ടും താമസിച്ചല്ലോ എന്ന് പിന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് എതിച്ചേട്ടൻ കൊണ്ടുവിടുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് യൂണിവേഴ്സിറ്റിയിലെത്തി. നേരെ കയറിയത് ഓറിയൻറ്റേഷന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം കോഴ്സിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളും എല്ലാം ഓറിയൻറ്റേഷൻ ഡേയിൽ നടന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മളിതേ ഹോട്ട് ചോക്ലേറ്റും പരിപാടികൾ ആസ് യൂഷ്വൽ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ബസ് കയറിയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടക്ടേഴ്സ് അല്ല നമ്മുടെ നാട്ടിലെ പോലെ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ പൈസ കൊടുത്ത് ടിക്കറ്റ് ഡ്രൈവറുടെ അടുത്ത് നിന്നാണ് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ ബസ് കയറി നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി. നടന്നാണ് പോകുന്നത്. വീട്ടിൽ ചെന്നിട്ട് ഇതേ ബീഫും ചൂടാക്കി, ചോറുണ്ടാക്കി, പിന്നെ മോരറിയും കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ കുറച്ച് അൽക്കലത്ത് പരിപാടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ ബാങ്കിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീനാണ് ഇവിടെ എല്ലാം. ചുമ്മാ വേസ്റ്റ് ഒന്നും അവിടെ ഇടാൻ പറ്റത്തില്ല. നല്ല പച്ചപ്പാണ്. നല്ല അടിപൊളിയായിട്ട് ഇവർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ ഈ സ്വിച്ചിലാണ് നമ്മൾ അമർത്തേണ്ടത്. അതിൽ അമർത്തുമ്പം നമുക്ക് സിഗ്നൽ വന്നിട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ചുമ്മാ നമ്മളെ നാട്ടിലെ പോലെ തോന്നിവാസമൊന്നും പറ്റത്തില്ല ഇവിടെ. അങ്ങനെ ബാങ്കിൽ ചെന്നപ്പോൾ അവർ പോയിട്ട് അടുത്ത ദിവസം വരാൻ പറഞ്ഞു. ഇത് കണ്ടോ, കറക്റ്റ് ബ്ലൈൻഡ് ലുക്ക് ഉണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ആ ഷോപ്പിംഗ് സെൻറ്ററിൽ കൂടെ കുറച്ച് തെണ്ടി കിടക്കുകയാണ്. അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേരള സ്റ്റോറിൽ പോയി. ഇതേണ്ട ചക്കക്കുരുവൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ സകലമാന മസാലകൾ, മിക്സർ, കുടംപുളി, വാളംപുളി മുതൽ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ വെജിറ്റബിൾസ് വാങ്ങാൻ പോയി. തക്കാളിയൊക്കെ ഭയങ്കര രസമല്ല, എന്ത് കളറാന്ന് നോക്കുക. അതങ്ങനെ ഇരിക്കണതാണ് നല്ല ഭംഗിയാണ്. ഇവിടെ എല്ലാവിധ വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. പിന്നെ നമുക്ക് ഇതുപോലെ സ്വന്തമായിട്ട് ബില്ല് ചെയ്യാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ട് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യണത് അതിന് കൗണ്ടറിലായിരുന്നു വെച്ചാൽ 1-2 ഉണ്ട്. ബാക്കി എല്ലായിടത്തും നമുക്ക് ബില്ല് ചെയ്യാം. പിന്നെ അത് നമ്മൾ എതിച്ചേട്ടൻ പിക്ക് ചെയ്യാൻ വന്നു. കുറച്ച് സാധനങ്ങളോടെ വാങ്ങിയിട്ട് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി കുളിച്ച് ഡ്രസ്സ് മാറി. അത് ഞാൻ വാക്യൂമൊക്കെ ചെയ്ത് പിന്നെ വീണ്ടും കുറച്ച് അൽക്കുലത്ത് പരിപാടികൾ. അതിൻ്റെ ഇടയിൽ ഒരു ചായയും കേക്കൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിന്നർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരോടായിട്ട് ചിക്കൻ കറിയും പിന്നെ സൈഡിൽ ബീഫും എല്ലാം ആക്കി. ഞാൻ ചോറും മോരറിയും ബീഫും കുറച്ച് ചിക്കനും, ചേട്ടൻ ചപ്പാത്തിയും ചിക്കനും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കിച്ചനെല്ലാം ക്ലീനാക്കി, ഗാർബേജൊക്കെ